എൽസമ്മ നോക്കി നിൽക്കെ റീത്തയെ തല്ലി അലീന. അങ്ങനെ പ്രിയ പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, മഴ തോരും മുമ്പേൽ എൽസമ്മ കൂടി വന്നെത്തുകയാണ് എന്ന് കാണാനായിട്ട് സാധിക്കും. ഇന്നത്തെ കഥയിൽ തന്നെ നമ്മുടെ വല്യപ്പച്ചനാണെങ്കിൽ എൽസമ്മയെയും മക്കളെയും അവരുടെ സ്വഭാവത്തെയും കുറിച്ച് അലീനയോട് പറയുന്നൊരു കാഴ്ചയാണ് കാണാനായിട്ട് സാധിക്കുക. ഇതേ സമയം അലീന അവർ എങ്ങനെയുള്ളവരാണ് എന്ന് മനസ്സിലാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ വല്യപ്പച്ചൻ പറയുന്നുണ്ട്, മോളെ, ഞങ്ങൾ അവരുടെ കാര്യങ്ങളൊന്നും അധികം അന്വേഷിക്കാറില്ല. അതുപോലെ തന്നെയാണ് അവരും ഞങ്ങളുടെ കാര്യത്തിൽ വലിയ അന്വേഷണമോ ചോദ്യങ്ങളോ ഒന്നും തന്നെയില്ല. അങ്ങടും വലിയ ബന്ധങ്ങളും ഇല്ല എന്ന് പറയുന്നത് കാണാനായിട്ട് കഴിയുന്നുണ്ട്. എന്തുകൊണ്ടാണത്? നിങ്ങൾ ശരിക്കും അവരുടെ വല്യപ്പച്ചനല്ലേ? അപ്പോൾ അവരെ വിളിക്കുകയും അന്വേഷിക്കുകയും സ്നേഹിക്കുകയും ഒക്കെ വേണ്ടേ എന്ന് അലീന ചോദിക്കുകയാണ്. അത് നീ പറയുന്നത് ശരി തന്നെയാണ്. പക്ഷേ അവർക്ക് എൻ്റെ സ്നേഹവും എൻ്റെ കരുതലും ഒന്നും തന്നെ വേണ്ടെങ്കിൽ പിന്നെ ഞാൻ മാത്രം ശ്രമിക്കുന്നത് കൊണ്ട് എന്ത് അർത്ഥമാണുള്ളത് മോളെ? അതുകൊണ്ട് തന്നെ അത് ശരിയല്ലല്ലോ എന്നും ചോദിക്കുകയാണ് വല്യപ്പച്ചൻ. എൻ്റെ വല്യപ്പച്ച, അവർ ഇങ്ങനെ മാറാനായിട്ട് എന്താണ് ഇത്ര വലിയ കാര്യം? എങ്ങനെയാണ് അവർ മാറിയത് എന്ന് അലീന ചോദിക്കുന്നു. അത് പിന്നെ മോളെ, എനിക്കും വലിയ കാര്യമായിട്ടൊന്നും അറിയില്ലെന്നേ. സ്റ്റാലിനും ഈ പറയുന്ന എൽസമ്മയായിട്ട് ചെറിയ വലിയ രീതിയിൽ തന്നെയുള്ള പൊരുത്തക്കേടൊക്കെ ഉണ്ടായിരുന്നു. തല്ലുപിടുത്തവും വഴക്കും ബഹളമൊന്നും അല്ല. അവർ തുടക്കം മുതലേ സംസാരിക്കാനും മറ്റു കാര്യങ്ങൾക്കുമൊക്കെ ആയിട്ട് വളരെ രീതിയിൽ അകൽച്ച പാലിച്ചിരുന്നവരാണ് എന്ന് പറയുന്നു. സ്റ്റാലിൻ ക്യാമ്പിലായിരുന്നപ്പോൾ, പട്ടാളത്തിലായിരുന്നപ്പോൾ ആ അകൽച്ച പതിയെ കൂടി വന്നു എന്ന് പറയുന്നു. ഒടുവിൽ എൽസമ്മ ആവശ്യപ്പെട്ട പ്രകാരം അവരുടെ സഹോദരിയായ റീത്തയുടെ വീടിനടുത്ത് തന്നെ ഒരു വീടും സ്ഥലവും വാങ്ങിക്കൊടുത്തു എന്ന് പറയുന്നു. അതിനുശേഷം അവരുടെ സംരക്ഷണത്തിലും അവരുടെ കരുതലിലുമായിരുന്നു അവർ. ഞങ്ങളുമായിട്ട് പ്രത്യേകിച്ച് ഒരു വിളിയോ സംസാരമോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. മക്കളും അങ്ങനെ തന്നെ. ഞങ്ങളെ ആർക്കും ഇഷ്ടമോ കാര്യങ്ങളോ ഒന്നും തന്നെ അല്ലായിരുന്നു. ഞങ്ങളെ സ്നേഹിക്കാനോ ഞങ്ങളെ ഒന്ന് വിളിക്കാനോ പോലും അവർ തയ്യാറായിരുന്നില്ല എന്ന് പറയുന്നു. കാരണം അവരുടെ അമ്മ വീട്ടിൽ ചെന്നപ്പോൾ അവരെ മതിയെന്ന് തോന്നിക്കാണും. അവർ ഒരിക്കലും ഞങ്ങളുടെ അടുത്തേക്ക് പിന്നെ വന്നിട്ടില്ല, ഞങ്ങളെ ഒന്ന് വിളിച്ചിട്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ മക്കളും പ്രശ്നക്കാരാണോ എന്ന് ചോദിക്കുമ്പോൾ അതിനെക്കുറിച്ച് പറയാൻ ഞാൻ ആളല്ല. എങ്കിലും മോളെ, ഒരു കാര്യം പറയാം. അവർ ആ റീത്തയുടെ പക്ഷത്താണ്. റീത്ത പറയുന്നതേ അവർ അനുസരിക്കൂ, റീത്ത പറയുന്നതേ അവർ കേൾക്കൂ എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. ഇവിടെ സ്റ്റാലി ജോസഫ്, അങ്ങനെ നമ്മുടെ അലീനയുടെ പപ്പ, അലീനയുടെ കാര്യങ്ങളൊക്കെ തൻ്റെ തറവാട്ടിൽ അവതരിപ്പിക്കാനായിട്ട് എത്തുകയാണ് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അലീന ഒരു നല്ല പെൺകുട്ടിയാണെന്നും അവൾ ആയിട്ട് ആർക്കും ഒരു പ്രശ്നമോ ദ്രോഹമോ ഒന്നും തന്നെ ചെയ്യാനായിട്ട് വന്നതല്ല എന്നും, അവൾ എൻ്റെ മകളാണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ ഒരുപാട് ഷോക്കായിപ്പോയെന്നും, ഒടുവിൽ തീരുമാനിച്ച് ഉറപ്പിച്ച ഒരു കാര്യമാണ് അലീനയെ മകളായി ഏറ്റെടുക്കുന്നതെന്നും പറഞ്ഞു വയ്ക്കുകയാണ്. അപ്പോഴാണെങ്കിൽ ചോബി ചോദിക്കുന്നുണ്ട്, എൻ്റെ പൊന്ന് ചേട്ടാ, നിങ്ങൾക്ക് ഞങ്ങളോട് ആലോചിക്കാമായിരുന്നില്ലേ? അല്ലെങ്കിൽ ആ പെണ്ണിനെ ട്രീറ്റ് ചെയ്താൽ മതിയായിരുന്നില്ലേ? അതായത് അവളുടെ പണം കൊടുത്ത് അവളെ സന്തോഷിപ്പിക്കുക, അവൾക്ക് നല്ലൊരു ജീവിതം സെറ്റ് ചെയ്ത് കൊടുക്കുക, അങ്ങനെ ചെയ്താൽ മതിയായിരുന്നില്ലേ? എന്തിനാണ് അവളെ ഏറ്റെടുത്ത് ഈ പ്രശ്നം വഷളാക്കിയത് എന്ന് ചോദിക്കുന്നത്
കാണാൻ കഴിയും. ഇപ്പോൾ റീതാമ്മ നാട് നീളെ പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് എന്ന് പറയുന്നതും കാണാം. അവരാണെങ്കിൽ എല്ലാവരോടും പറഞ്ഞ് നമ്മളെ നാണം കെടുത്താനും നമ്മളെ എല്ലാവരെയും തമ്മിൽ തെറ്റിക്കാനുമായിട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നു. എടാ, എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാകും, പക്ഷേ എൻ്റെ മകളല്ലേ, അവൾ അനാഥാലയത്തിൽ കിടന്നു എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ചങ്കാണ് പൊള്ളിയത് എന്ന് പറയുന്നത് കാണാൻ കഴിയും. അവളെ ഞാൻ കാണുമ്പോൾ എൻ്റെ മനസ്സ് ഇടറിപ്പോയി എന്ന് പറയുന്നതും കാണാനായിട്ട് സാധിക്കും. ഇതേ സമയം നിങ്ങൾ ഇതുമായിട്ട് വലിയ പ്രശ്നത്തിനൊന്നും വരരുത്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്ന് പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ സ്റ്റാലിയനെങ്കിൽ അവരോട് സംസാരിക്കുകയാണ്. ഇതേ സമയം ചേട്ടൻ പറയുന്നതൊക്കെ മനസ്സിലാകുന്നുണ്ട്, പക്ഷേ എൽസമ്മ ചേച്ചിയും ഈ റീതാമ്മയൊക്കെ വെറുതെ ഇരിക്കുമെന്ന് തോന്നണ്ട. അവർ ചിലപ്പോൾ ചേട്ടനില്ലാത്ത സമയവും ആ പെണ്ണിനെ ഇറക്കി വിടാനായിട്ട് വന്നെന്ന് വരും എന്ന് പറയുമ്പോൾ അത് അത്ര സാധിക്കുന്ന കാര്യമല്ല. എന്നെക്കാളും ഇപ്പോൾ എൻ്റെ ഡോഗ്സിനിഷ്ടം അവളെയാണ് എന്ന് പറയുന്നു. അവൾ പറഞ്ഞാൽ അവർ അനുസരിക്കുമെന്ന് പറയുന്നതും കാണാൻ കഴിയുകയാണ്. ഞാൻ പറയുന്നതിനേക്കാൾ ഉപരി അവളുടെ സ്നേഹത്തോടെയുള്ള വിളിയാണ് അവർക്കിപ്പോൾ കൂടുതൽ താല്പര്യം എന്ന് പറയുന്നതും കാണാനായിട്ട് സാധിക്കും. ഇതേ സമയമാണെങ്കിൽ അത് കേട്ട് അവർ തന്നെ ഞെട്ടിപ്പോകുന്നുണ്ട്. ഇവിടെ വലിയൊരു യുദ്ധത്തിനായിട്ട് എൽസമ്മയെയും കൊണ്ട് ആര് വരുന്നു? നമ്മുടെ റീതാമ്മ വരികയാണ്. റീതാമ്മ വന്ന് സ്റ്റാലിനെയാണ് അന്വേഷിക്കുന്നത്. അപ്പോൾ അലീന ഇറങ്ങി വന്ന് സ്റ്റാൻലി ഇവിടെ ഇല്ല എന്ന് പറയുന്നു. പപ്പ ഇവിടെ ഇല്ല എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നീ ആരടി എൻ്റെ ഭർത്താവിനെ പപ്പ എന്ന് വിളിക്കാനായിട്ട് എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ സ്ഥാനം കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇപ്പോൾ നിങ്ങൾക്കൊക്കെ സ്ഥാനം. മര്യാദയാണെങ്കിൽ മര്യാദ എന്ന് പറയുമ്പോൾ റീത്തയ്ക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. റീത്ത അലീനയോട് കയർക്കുകയാണ്. തുടർന്ന് അലീന റീത്തയെ ആരുടെ എൽസമ്മയുടെ മുൻപിൽ വെച്ച് തല്ലിയിട്ട് പറയുന്നുണ്ട്, ഇത് തരുന്നത് നിങ്ങൾ ചെയ്ത തെറ്റുകൾക്ക് എല്ലാത്തിനുമാണ്. തെറ്റുകൾ ഞാനിപ്പോൾ എണ്ണി പറയില്ല, അതിനുള്ള സമയവും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ നിങ്ങളുടെ മുഖത്ത് നോക്കി തന്നെ ഞാൻ ആ തെറ്റുകൾ ചൂണ്ടിക്കാട്ടുമെന്ന് അലീന പറയുന്നത് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇതേ സമയം എൽസമ്മ അലീനയുടെ മുൻപിൽ ഞെട്ടി നിൽക്കുകയാണ് എന്ന് കാണാനായിട്ട് സാധിക്കും. പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, അപ്പോൾ സബ്സ്ക്രൈബ്